ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ രക്തത്താൽ എന്റെ കുടുംബത്തെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിലുള്ള തിന്മയുടെ നാരകീയ ശക്തികളെ ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുത ശക്തിയാൽ വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുടുംബത്തെ കാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരകീയ ശക്തികളെ യേശുവേ, യേശുവേ, നിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകളെ ബന്ധിക്കുന്നു. എന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മകളെ ബന്ധിക്കുന്നു. എന്റെ കുടുംബ അംഗങ്ങളെ നശിപ്പിക്കുന്ന തിന്മകളുടെ ബന്ധങ്ങളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വ്യക്തിപരമായ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന തിന്മകളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാരമ്പര്യമായി എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ തടസ്സങ്ങൾ, കടബാധ്യതകൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ദുശീലങ്ങൾ യേശുവേ, 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 നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുകുരിശിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഈ പോട്ട ആശ്രമ അങ്കണത്തിലായിരിക്കുന്നവർ, അതോടൊപ്പം തന്നെ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിൽ, അഭിഷേകം ചോർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു അസ്വസ്ഥപ്പെടുന്ന ചിന്തയുണ്ടെങ്കിൽ, കർത്താവെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഒരു കാരണവശാലും ഒരു തിന്മയുടെ ശക്തിയും ഈ കൂടാരത്തെ ശുശ്രൂഷ മേഖലകളെ തൊടാൻ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. തിന്മയ്ക്ക് അനുവാദമില്ല. ഒരു കാരണവശാലും ഈ ശുശ്രൂഷ സമയത്ത് ദൈവമക്കളെ തൊടാൻ തിന്മയ്ക്ക് അനുവാദമില്ല. യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, യേശുവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ട് ചില തിന്മയുടെ എതിർശക്തികൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ തലമുറകളായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും. നമ്മുടെ സ്വഭാവത്തിൽ അത് കയറിയിട്ടുണ്ടാവും. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല, ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കുന്നു, ഒരു കാരണവശാലും ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. കാരണം ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എതിർചിന്തകൾ, എന്നെ ഭാരപ്പെടുത്തുന്ന ഇന്നലകളിലെ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, വീട്ടിലെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, ജീവിതത്തിലെ ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളുടെ ചില കാര്യങ്ങൾ ചിലരെയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ. ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരും നിറയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഇവിടെയുള്ളൂ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ സമയത്ത് നീ ഓൺലൈനിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിന്നെ അത്രമേൽ സ്നേഹമാണ് എന്നുള്ളതാണ്. ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. നിന്റെ ജീവിതത്തിലെ അനേകം കൈപ്പേറിയ അനുഭവങ്ങളെ ഈശോ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കണം. ഇന്ന് ഈ പോട്ട ആശ്രമത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ നിയോഗം എന്തു ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം വിശ്വസിക്കുക, ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അഭിഷേകത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു ശുശ്രൂഷയാണ്. കണ്ണും പൂട്ടി അത് വിശ്വസിച്ചോണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. കർത്താവേ, എന്നിലിത് സംഭവിക്കട്ടെ. ഭാരപ്പെട്ട ഒത്തിരി പേരുണ്ടെന്ന്, ഭാരപ്പെട്ട ഒത്തിരി പേര് ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നിന്റെ ഭാരം എന്താണോ ആ ഭാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നീ അത് വിശ്വസിക്കൂ. ഈ ശുശ്രൂഷയിൽ നിനക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന വലിയൊരു ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പ്രതിസന്ധികളുണ്ട്, പക്ഷേ അവയെ നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് പരിശുദ്ധാത്മാവ് നൽകും. നിനക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചങ്കുറപ്പ്, ഒരു ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നിനക്ക് സമ്മാനിക്കുന്നത്. നീ വിശ്വസിക്കൂ. അഗ്നി ചിറകുള്ള ആത്മാവ്, ആശ്വാസദായകൻ, ജീവനദിയായിട്ട് എൻ്റെ മേൽ വന്ന് പറന്നിറങ്ങുന്ന സമയം, രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നീ അത് മനസ്സിൽ കാണണം. എസക്കിയേലിന്റെ പുസ്തകത്തിലൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു ജീവനദിയായിട്ട് പറന്നുറങ്ങും. പരിശുദ്ധാത്മാവ് ലിവിംഗ് വാട്ടർ, ജീവനദിയാണ്. അതിങ്ങനെ ഒഴുകിയിറങ്ങും നിനക്ക് വേണ്ടി. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? ഞാൻ അത്രമേൽ പാപിയല്ലേ? ഞാൻ അത്രമേൽ തകർന്ന വ്യക്തിയല്ലേ? ഞാൻ അത്രമേൽ അയോഗ്യയല്ലേ? എൻ്റെ സഹോദര സഹോദരി, നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. നീ വിശ്വസിക്കൂ. നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. അഗ്നി ചിറകുള്ള ആത്മാവ് നിന്റെ മേൽ ചിറകടിച്ച് പറന്നുയരും. അഗ്നി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവചൈതന്യമേ, ആത്മാവേ, അഗ്നി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവചൈതന്യമേ, ആത്മാവേ, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. Keep your right hand on their head and pray for them. അവരുടെ ശിരസിൽ വലതുകരം വെച്ച്, അവരാരും ആയിക്കൊള്ളട്ടെ, ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ 1 2 പേര് 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവരൊന്ന് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, എൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്ന ചില മുറുമുറുപ്പിൻ്റെ പിറുപിറുപ്പിൻ്റെ ചില മേഖലകളുണ്ട് കർത്താവെ. ഇപ്പോൾ ഈ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഈ മുറുമുറുപ്പിലൂടെ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ മേഖലകളെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ചില വ്യക്തികളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും.
നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്പോൾ അവരുടെ ശിരസിൽ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തിക്കെതിരായിട്ട് നീ സ്ഥിരമായിട്ട് അസ്വസ്ഥതയോടെ പെരുമാറുന്നുണ്ടെങ്കിൽ, ചില പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, ചില കാര്യങ്ങൾക്കെതിരായിട്ട് നിനക്ക് നിന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും. നിന്റെ ഗ്രൂപ്പിൽ ലീഡർമാർക്കെതിരെ ഉണ്ടാവും. ഇടവക വികാരിച്ചതിനെതിരെ പിറുപിറുക്കാം, കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെതിരെ പിറുപിറുക്കാം, നിന്റെ ദേശത്തുള്ള നേതാക്കന്മാർക്കെതിരെ പിറുപിറുക്കാം, നിനക്ക് പരിചയമുള്ള ചില വൈദികരോടായിരിക്കാം. ഈ സമയത്ത് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ഈ പിറുപിറുപ്പിനെ ഇതാ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവേ ഈ വ്യക്തികളിലേക്ക് വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വേണം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന ഇപ്രകാരമുള്ള തിന്മയുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പെരുമാറ്റ ശൈലികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. നിങ്ങൾ കൈവച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുതകരമായ ദൈവശക്തി, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അഗ്നി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനെ, ഇതാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവ മക്കളുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി വെളിപ്പെടാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയണമേ, കവിയണമേ, ഈ വ്യക്തിയിൽ നിറയണമേ. ആ വ്യക്തിയിലേക്ക് വേണ്ടി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ചിറകുള്ള ആത്മാവേ, ആമേൻ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവി ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, നിറയട്ടെ, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് അവരുടെ മേൽ കർത്താവിന്റെ വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നത് വിശ്വസിക്കണം. ഇപ്പോൾ നീ കൈവച്ചിരിക്കുന്ന വ്യക്തിയുടെ മേൽ ഇപ്രകാരമുള്ള പിറുപിറുപ്പിന്റെ കാരണം കൊണ്ട് ഏതെങ്കിലും അനർത്ഥങ്ങളോ രോഗങ്ങളോ പീഡകളോ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നോളമുള്ള ജീവിതത്തിൽ ഇവർക്ക് ചില തകർച്ചകൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ ആ തടസ്സങ്ങൾ എടുത്ത് മാറ്റി ഈ വ്യക്തിക്ക് അഭിഷേകം കൊടുക്കണമേ. രോഗപീഠകൾ എടുത്ത് മാറ്റപ്പെടട്ടെ, ശാപകെട്ടുകൾ കർത്താവ് വഴിക്കട്ടെ. ഈ വ്യക്തിയിലേക്ക് പുതിയൊരു അഭിഷേകം വെളിപ്പെടുന്നതിൻ്റെ അടയാളമായിട്ട് ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച ആ വ്യക്തിയെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. കർത്താവെ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Put a cross on their forehead and bless, and then turn towards the holy altar. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് stretch your both hands towards the holy altar and close your eyes. Wherever you are right now, remember one thing, that Jesus is coming to touch you. നിന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥമായിട്ടുള്ള ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് കർത്താവിൻ്റെ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. യെശയ്യാ പ്രവചനം 45 അധ്യായം 2-3 തിരുവചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യനിധി ശേഖരവും നൽകും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അഭിഷേകത്തെ നശിപ്പിക്കുന്ന സകല തിന്മകളെയും കെട്ട് ഇതാ ആധിപത്യങ്ങളെ, അനാചാരങ്ങളെ, അസ്വസ്ഥതകളെ, തിന്മയുടെ നാരക ശക്തികളെ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓ കർത്താവെ, ആത്മീയ വഴികൾ തുറക്കണമേ, അഭിഷേകത്തിന്റെ വഴികൾ തുറക്കണമേ. യെശയ്യാ പ്രവചനം 22 ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും അടയ്ക്കുകയുമില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ എല്ലാ തടസ്സങ്ങളും കെട്ടഴിയപ്പെടട്ടെ, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ. കർത്താവെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറട്ടെ, വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ ഇതാ സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു.
ട്രാവൽ ഏജന്റുമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്പോർട്ട്, അതിനോട് ബന്ധപ്പെട്ട മേഖലകൾ തടസ്സങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് ശരിയാകാത്തത് കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുഃഖം മൂലം, ഭാരം മൂലം കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വത്തിന്റെ കാര്യത്തിൽ തർക്കങ്ങളും വഴക്കുകളും കോടതി കേസുകളുമായിട്ട് കഴിയുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലയിൽ ഒരു വിടുതൽ സംഭവിക്കപ്പെടട്ടെ. പ്രത്യേകമായിട്ട് സ്ഥലം വിറ്റു പോകുന്നില്ല, സ്ഥലം വാങ്ങുന്നതിന്റെ പേരിൽ, വീട് വെക്കുന്നതിന്റെ പേരിൽ, വാഹനം വാങ്ങുന്നതിന്റെ പേരിൽ ഉള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവിന്റെ ആത്മാവ് അനേകരെ തൊട്ട് അനുഗ്രഹിക്കുന്നു. ബെന്നി എന്നുള്ള ഒരു വ്യക്തിയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഉണ്ടാവാം, ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ആ വ്യക്തിയെ തൊടുന്നു. കർത്താവിന്റെ ആത്മാവ് തെരേസയെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ആത്മാവ് അനുഗ്രഹിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ മൂലം വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി പരിശുദ്ധ അൽത്താരയിൽ നിന്നും ദൈവജനത്തിലേക്ക് ഒഴുകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. നിനക്ക് മുമ്പിൽ കർത്താവ് വഴി തുറക്കുന്നു. യെശയ്യാ പ്രവചനം 43 അധ്യായം 19 തിരുവചനം ഇത് അനേകർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് തുറക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുന്നു. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ജലമുണ്ടാക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുന്നു. വഴിയില്ലാത്തടത്ത് നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സഹോദരന്റെ കുടുംബത്തിലെ കിടപ്പ് രോഗിക്ക് വേണ്ടി ഇതാ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. യേശുവിന്റെ കൃപയാണ് ഒഴുകപ്പെടുന്നത്. ശിരസിന്റെ പുറകിലുള്ള ചതവ് എന്ന് പറയുന്ന ചതവ്, ഒരു അപകടത്തിന് ശേഷം ചതവുള്ള വ്യക്തി ഇതേ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുന്നു. യേശുവിന്റെ കൃപ ഒഴുകുന്നു. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലെ നെറ്റിക്ക് പിടിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓ ലംബ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ നീ വിശ്വസിക്കണം. കർത്താവേ, എൻ്റെ മേൽ വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. നീ അത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. യെസ്, എൻ്റെ വീട്ടിൽ ഈ അഭിഷേകത്തോടെ ഞാൻ തിരിച്ചു പോകാനുള്ള കൃപ വേണം. എൻ്റെ ജോലി സ്ഥലത്ത് ഈ അഭിഷേകത്തോടു കൂടെ പോകാൻ കൃപ വേണം. എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ അഭിഷേകത്തോടു കൂടി ആയിരിക്കും കൃപ വേണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചത് വിശ്വസിക്കൂ. നീ എവിടെ പോയാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സംരക്ഷിക്കട്ടെ. പിറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് സമ്മാനിക്കുന്നു. നീ വിശ്വസിക്കൂ. എത്ര വലിയ ഭാരപ്പെട്ട മേഖലയാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി അഭിഷേകത്തോടുകൂടെ പുതിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. ഈ ആശീർവാദം അതിനുള്ള സമയമാണ്. നീ വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക.